ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതപ്പെട്ട ചില അധ്യായങ്ങളുണ്ട്. അപ്രതീക്ഷിതമായി കടന്നുവന്ന ദുരന്തങ്ങൾ കവർന്നെടുത്ത പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ആകാശ യാത്രകൾക്കിടയിൽ പൊലിഞ്ഞുപോയ സ്വപ്നങ്ങളുടെയും കഥ. ഇന്ത്യയെ ആകമാനം നടുക്കിയ ആകാശ ദുരന്തങ്ങൾ നോക്കിയാൽ രാഷ്ട്രീയ നേതാക്കളും ശാസ്ത്രജ്ഞരും സൈനിക മേധാവികളും ഉൾപ്പെടെ പല പ്രമുഖരും ആകാശമാർഗമുള്ള യാത്രക്കിടയിലാണ് നമുക്ക് നഷ്ടമായത്. ഇന്ത്യൻ വിമാന അപകടങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനമാണ്. 1945 ഓഗസ്റ്റ് 18 തായ്വാനിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല. ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ഇന്നും ജീവിക്കുന്ന നിഗൂഢതയായി നേതാജിയുടെ മരണം അവശേഷിക്കുകയാണ്. മറ്റൊരു നടുക്കുന്ന വിടവാങ്ങലായിരുന്നു സഞ്ജയ് ഗാന്ധിയുടേത്. 1980 ജൂൺ 23 ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം വെച്ചാണ് ആ ദുരന്തം സംഭവിച്ചത്. എയറോബാറ്റിക്സ് അപകടത്തിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി രാജ്യം കണ്ടിരുന്ന യുവ നേതാവിന്റെ വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ അപകടത്തിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജഹാംഗീർ ഭാഭയുടെ മരണം മറ്റൊരു വലിയ നഷ്ടമായിരുന്നു. 1966 ജനുവരി 24 ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിൽ ആൽപ്സ് പർവ്വതനിരകളിലെ മോൺബ്ലാങ്കിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു. എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ആശയവിനിമയത്തിൽ ഉണ്ടായ പിഴവാണ് അപകട കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഭാരതത്തിന്റെ ആണവ ഗവേഷണങ്ങളെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ മഹാപ്രതിഭയുടെ വിയോഗം രാജ്യത്തിന് നികത്താനാവാത്തതായിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു YS രാജശേഖര റെഡ്ഡിയുടെ മരണം. 2009 സെപ്റ്റംബർ 2 നല്ലമല വനമേഖലയിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ആധുനിക ഇന്ത്യ കണ്ട വലിയൊരു ജനകീയ നേതാവിനെയാണ് രാജ്യത്തിന് നഷ്ടമായത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് അപകടം സംഭവിച്ചതെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായി നടത്തിയ 27 മണിക്കൂർ നീണ്ട തെരച്ചിൽ ഇന്നും ഏവരുടെയും ഉള്ളിൽ ഭീതി ഉണർത്തുന്ന ഒന്നാണ്. മറ്റൊന്ന്, മലയാളികളുടെ പ്രിയങ്കരിയായ നടി സൗന്ദര്യയെയും നമ്മൾക്ക് നഷ്ടമായത് ഒരു വിമാന അപകടത്തിലൂടെയായിരുന്നു. 2004 ഏപ്രിൽ 17 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നതിനിടെ ബംഗളൂരുവിന് അടുത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരം തന്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിനിടെയാണ് മരണത്തിന് കീഴടങ്ങിയതും. ആ സമയത്ത് ഗർഭിണി കൂടിയായിരുന്നു അവർ എന്നത് ആ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. രാജ്യത്തിന്റെ പ്രഥമ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണം അടുത്ത കാലത്ത് നമ്മെ ഏറെ വേദനിപ്പിച്ച ഒന്നാണ്. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കൂനൂരിൽ വെച്ച് നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹവും ഭാര്യ മധുലികയും ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. സലൂരിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ഈ സംഭവം. രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലകൾ വഹിച്ചിരുന്ന കരുത്തനായ ഒരു സൈന്യാധിപന്റെ അന്ത്യം വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. ഇതുകൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മധവ റാവു സിന്ധ്യ, ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി, ഗുജറാത്ത് മുഖ്യമന്ത്രിമാരായിരുന്ന ബാൽവന്ത് റായ് മേത്ത, വിജയ് രൂപാണി, അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി ദോർജി ഖണ്ഡു തുടങ്ങിയവരും ആകാശ യാത്രകൾക്കിടയിൽ വിട പറഞ്ഞവരാണ്. ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണവും ഈ ദുരന്ത പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കരമാർഗമുള്ള യാത്രകളെക്കാൾ സുരക്ഷിതമാണ് വിമാനയാത്രകൾ എന്ന് പറയപ്പെടുമ്പോഴും ഇത്തരം വലിയ മനുഷ്യരുടെ വിയോഗം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും മോശം കാലാവസ്ഥയോ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ പിഴവുകളോ ആണ് ഈ അപകടങ്ങളിലേക്ക് നയിക്കുന്നതും. എന്നാൽ പ്രമുഖർ സഞ്ചരിക്കുന്ന ഇത്തരം വാഹനങ്ങളിൽ അട്ടിമറികൾ നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഓരോ അപകടം കഴിയുമ്പോഴുമാണ് ഉയരാറുള്ളതും. ഈ വലിയ മനുഷ്യർ ബാക്കി വെച്ച ദൗത്യങ്ങളും സ്വപ്നങ്ങളും ഇന്നും നമ്മുടെ മുന്നിലുമുണ്ട്. ആ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കാം.